വൺ പീസ് എന്ന ബ്രഹ്മാണ്ഡ ആനിമേ സീരീസിലെ രണ്ടാമത്തെ ആർക്കാണ് ദി ഓറഞ്ച് ടൗൺ ആർക്ക്. അനിമേ എപ്പിസോഡ് വെച്ച് പറയുകയാണെങ്കിൽ 4 മുതൽ 8 വരെയാണ് ഈ ഒരു ആർക്കിലുള്ളത്. ഈസ്റ്റ് ബ്ലൂ സാഗയുടെ രണ്ടാമത്തെ ആർക്കായിട്ടുള്ള, അതായത് റൊമാൻസ് ടൗൺ ആർക്ക് കഴിഞ്ഞിട്ടുള്ള ഓറഞ്ച് ടൗൺ ആർക്കിന്റെ ഒരു ബ്രീഫ് ആൻഡ് ക്വിക്ക് സമ്മറിയാണ് നമ്മൾ നോക്കുവാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഓറഞ്ച് ടൗൺ ആർക്ക്. സോ മുൻപുള്ള എപ്പിസോഡുകളിൽ നിന്ന് ഈ ആർക്കിൽ വ്യത്യസ്തരായിട്ട് വരുന്ന ക്യാരക്ടേഴ്സ് ആണ് നാമി, ബഗി ദ ക്ലൗൺ, കബാജി, മോജി, റിച്ചി ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ നായകന്മാരായിട്ടുള്ള മങ്കി ടി, ലൂഫിയും സോറോയും ഓൾറെഡി ഇന്നാണ്. സോ കഥ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നത് അവർ ക്യാപ്റ്റൻ അൽവിഡയുടെ ഷിപ്പിൽ നിന്ന് രക്ഷപ്പെട്ട് പുതിയൊരു തീരം തേടി ഇങ്ങനെ പോവുകയാണ്. ഈ ഒരു ടൈമിൽ ലൂഫിക്ക് എങ്ങനെയാണ് ലൂഫിയുടെ ഹാറ്റ് കിട്ടിയെന്നുള്ള ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയിലേക്ക് പോകുന്നു. ലൂഫിയുടെ കുട്ടിക്കാലവും അദ്ദേഹത്തിന്റെ ഫൂഷ വില്ലേജും. അവിടെ അദ്ദേഹത്തിന്റെ വില്ലേജിൽ ഓഫൻ വിസിറ്റ് ചെയ്യുന്ന ഒരു പൈററ്റ് ആയിരുന്നു റെഡ് ഹെയർഡ് ഷങ്സ്. സോ ഷങ്സിനെ കണ്ട് അഡ്മയർഡായ ലൂഫി ഇവനെ പോലെ ആകണമെന്നും ഷങ്സിന്റെ പൈററ്റ് ക്രോയിൽ ഉണ്ടായിരുന്ന ഒരു ചെസ്റ്റ് തുറന്ന് അതിലുണ്ടായിരുന്ന ഗം ഗം ഫ്രൂട്ട് അല്ലെങ്കിൽ ഗൊമു ഗൊമു ഫ്രൂട്ട് എടുത്ത് കഴിക്കുകയും ചെയ്യുന്നു. അതേ തുടർന്ന് ലൂഫിക്ക് ആ ഒരു എലാസ്റ്റിക് പവർ കിട്ടുകയാണ്. അവന്റെ ദേഹം റബ്ബർ പോലെയായി മാറുകയും അതിനൊരു കോസ്റ്റ് ആയിട്ട് അവന്റെ സ്വിമ്മിങ് എബിലിറ്റി പോവുകയും ചെയ്യുന്നു. ഈ ഒരു ടൈമിൽ അവിടെ ബണ്ടിറ്റ്സ് എന്ന് പറയുന്ന ഒരു വലിയ ക്രൂ വരുന്നുണ്ട്. അവർ വന്നിട്ട് നമ്മുടെ ഷങ്സിനെയും ബാക്കിയുള്ള ആൾക്കാരെയും ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ കുപിതനായ ലൂഫി അവരോട് എതിർക്കുവാൻ പോകുന്നു. എന്നിരുന്നാലും അവനെ വലിച്ച് കടലിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ബണ്ടിറ്റ്സ് കുറച്ച് അവനെ ഊക്കുന്നുണ്ട്. ഈ ഒരു ടൈമിനാണ് ഷങ്സ് നമ്മുടെ ലൂഫിനെ റെസ്ക്യൂ ചെയ്യാൻ വരുന്നത്. ആ ഒരു റെസ്ക്യൂ ടൈമിന്റെ ഇടയിൽ ഷങ്സിന്റെ ഇടത്തെ കൈ അവന് നഷ്ടപ്പെടുന്നു. എടുത്തു പറയുകയാണെങ്കിൽ ബണ്ടിറ്റ്സുമായിട്ട് ഫൈറ്റ് ചെയ്തപ്പോൾ അല്ലായിരുന്നു നമ്മുടെ ഈ ഇടത്തെ കൈ പോയത്, മറിച്ച് അവിടെ ഒരു സീക്കിംഗ് മോൺസ്റ്റർ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും നമ്മുടെ ഷങ്സിന്റെ ഒരു ഒറ്റ നോട്ടം കൊണ്ട് അത് പേടിച്ച് കുറച്ച് പോയി. എന്നിരുന്നാലും ഷങ്സിന്റെ ആ ഒരു കാം ആൻഡ് മെച്യൂർ പൈററ്റ് കോഡുള്ള നേച്ചർ ആൾക്കാരിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ ഷങ്സ് അവന്റെ വില്ലേജിൽ നിന്ന് പോകുമ്പോൾ കൊടുത്തതാണ് ആ ഒരു സ്ട്രോ ഹാറ്റ്. അവിടെ വെച്ച് നമ്മുടെ ലൂഫി പ്രോമിസ് ചെയ്യുന്നുണ്ട്, ഐ വിൽ ബി ദ ഗ്രേറ്റ് പൈററ്റ്. ഇത് കഴിഞ്ഞ് ഫ്ലാഷ് ബാക്ക് ഒക്കെ മാറി കറണ്ട് സിറ്റുവേഷനിലേക്കാണ് വരുന്നത്. അവിടെ വെച്ചാണ് നമുക്ക് നാമിയെ കാണുവാൻ പറ്റുന്നത്. അതെ, ദ ക്ലെവർ തീഫ് അല്ലെങ്കിൽ നാവിഗേറ്റർ. ബേസിക്കലി നമ്മുടെ നാമി പൈററ്റ്സിന്റെ അടുത്ത് നിന്നെല്ലാം കട്ടെടുക്കുകയാണ് പതിവ്. സോ ഇപ്പോൾ നമ്മുടെ സോറോയും ലൂഫിയും കൂടെ ആകട്ടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഓറഞ്ച് ടൗണിലാണ്. ഇത് റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ദ ക്ലൗൺ ബഗി. ഇവിടുത്തെ ഡിക്റ്റേറ്റർ പോലെ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ബഗിക്കും ഒരു സ്പെഷ്യൽ പവർ ഉണ്ട്. ബഗിയും പണ്ട് ഒരു ഡെവിൾ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ട്, നമ്മുടെ ലൂഫിയെ പോലെ. ബട്ട് നമ്മുടെ ലൂഫിയെ കൂട്ട് പവർ അല്ല. ബഗിയുടെ പവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോപ്പ് പവറാണ്. ബറാ ബറാ നോമി. ഇച്ചിരി അങ്ങോട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ അവന്റെ ബോഡി പാർട്സ് അവന് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതും അവന് ഇഷ്ടമുള്ളപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പോലെ. സോ ഇതിന്റെ ഇടയ്ക്ക് ബഗിയുടെ പൈററ്റ്സിന്റെ അടുത്ത് നിന്ന് കുറെ കാര്യങ്ങൾ നാമി കട്ടുകൊണ്ട് പോകുന്നുണ്ട്. ആ ഇടയ്ക്കാണ് അങ്ങോട്ട് നമ്മുടെ ലൂഫി വരുന്നത്. ലൂഫിനെ ഇട്ട് കൊടുത്തിട്ട് അവിടുന്ന് രക്ഷപ്പെടാനാണ് നാമി ആദ്യം വിചാരിച്ചെങ്കിലും നാമിയുടെ ആ ഒരു നല്ല മനസ്സ് അതിനനുവദിച്ചില്ല. നാമി മാക്സിമം ബഗിയുടെ ആൾ തന്നെയാണ് താനും ലൂഫിയായിട്ട് തനിക്കൊരു ബന്ധമില്ലെന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ബഗി അവസാനം ബാക്ക് ഫയർ ചെയ്തു. എങ്ങനെ ലൂഫിനെ കൊല്ലണമെന്ന് പറഞ്ഞു. നാമിക്ക് അത് സാധിച്ചില്ല. ഈ ഒരു ടൈമിൽ കടന്നു വരുന്ന അനദർ ക്യാരക്ടറാണ് മോജി. ഈ മോജി എന്ന് പറയുന്ന ഒരു ബീസ്റ്റ് ടൈമറാണ്. അദ്ദേഹത്തിന് ഒരു വലിയ സിംഹമുണ്ട്. അവന്റെ പേരാണ് റിച്ചി. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ബഗിയുടെ നിർദ്ദേശം അനുസരിച്ച് ലൂഫിനെ അറ്റാക്ക് ചെയ്യുകയാണ്. ഇവർ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ അവിടെ കുറെ നാശനഷ്ടങ്ങളും ഉണ്ടാവുന്നുണ്ട്. അതിൽ മെയിനാണ് ഒരു പെറ്റ് ഫുഡ് ഷോപ്പ് നശിക്കുന്നത്. ഈ പെറ്റ് ഫുഡ് ഷോപ്പിന് കുറച്ച് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. അവിടെ ചൗ എന്ന് പറയുന്ന ഒരു പട്ടിക്കുട്ടിയൊക്കെ ഉണ്ട്. ബട്ട് എന്നിരുന്നാലും ആ ഒരു ഫൈറ്റിനൊടുവിൽ, നല്ല ഫാന്റാസ്റ്റിക് ഫൈറ്റിനൊടുവിൽ ലൂഫി ആ ഒരു മോജിയുടെയും റിച്ചിയുടെയും ആ ഒരു റെക്സിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ഈ ഒരു ടൈം ആകുമ്പോഴേക്കും സോറോയും ലൂഫിയുടെ ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുകയാണ്. ഇപ്പോഴാവട്ടെ നമ്മുടെ ബഗി രണ്ടാമതൊരു സെക്കൻഡ് ഇൻ കമാൻഡ് എന്ന പോലെ വേറൊരുത്തിനെ വിടുന്നുണ്ട്. അവന്റെ പേരാണ് കബാജി ദ ആക്രോബാറ്റ്. എന്നാൽ ഇത്തവണ കബാജിയോട് ഫൈറ്റ് ചെയ്യുന്നത് നമ്മുടെ ലൂഫി അല്ല, മറിച്ച് സോറോയാണ്, ദ സ്പോർട്സ്മാൻ. കൂടുതൽ എന്ത് പറയാനാ, സോറോ അൾട്ടിമേറ്റ്ലി ഡിഫീറ്റ്സ് കബാജി. എന്നിട്ട് അവന്റെ മൈൻഡിലുള്ള കാര്യങ്ങൾ കാഴ്ചക്കാരിലേക്ക് വിളിച്ചു പറയുകയാണ്. ഹി വാണ്ട് ടു ബിക്കം ദ വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് സ്പോർട്സ്മാൻ. ഈ ഒരു ടൈമിലാവട്ടെ നമ്മുടെ ലൂഫിയും ബഗിയും കൂടെ നേരിട്ട് എൻകൗണ്ടർ ചെയ്യുകയാണ്. ഈ ഒരു ടൈമിലാണ് ബഗി തന്റെ പാസ്റ്റ് സ്റ്റോറീസ് ഒക്കെ പറയുന്നത്. ആര്? ഷങ്സുമായിട്ട്. കാരണം ലൂഫിയുടെ തലയിരിക്കുന്ന ആ തൊപ്പി കണ്ടിട്ട് ഇത് എൻ്റെ കൂടെ പണ്ട് കളിച്ചു നടന്നിരുന്ന ഒരു കോമ്രേഡിൻ്റെ ആണെന്ന് നമ്മുടെ ബഗി പറയുന്നു. പറഞ്ഞു വരുന്നത് റെഡ് ഹെയർഡ് ഷങ്സിനെ പറ്റിയാണ്. ഇവർ രണ്ടുപേരും ഒരു പൈററ്റ് ക്രൂവിലായിരുന്നു പണ്ട്. എന്നിട്ട് തുടർന്ന് എങ്ങനെയാണ് ഷങ്സ് കാരണം താൻ ഇങ്ങനെയായെന്ന് പറയുന്നുണ്ട്.
അതായത് ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി. അതായത് നമ്മുടെ ഷങ്സും ഈ ബഗ്ഗിയും ഒരു പൈററ്റ് റോയിലായിരുന്നല്ലോ പണ്ട്. ആ ഒരു ടൈമിൽ ആ ഒരു പൈററ്റ് ഒരു സ്ഥലം ആക്രമിക്കുകയും അവിടുന്ന് കുറേ ട്രഷേഴ്സും മാപ്സും ഗോൾഡും ഒരു ഡെവിൾ ഫ്രൂട്ടും കിട്ടും. ഈ ഡെവിൾ ഫ്രൂട്ട് കിട്ടുന്ന സത്യം പറഞ്ഞാൽ നമ്മുടെ ബഗ്ഗിക്കാണ്. ബഗ്ഗി അത് ബാക്കി ആരോടും പറഞ്ഞില്ല. എന്നിരുന്നാലും അവനത് ഒറ്റയ്ക്ക് കൊണ്ടുപോയി വേറെ ആർക്കെങ്കിലും വിൽക്കാമെന്നായിരുന്നു പ്ലാൻ. അതുകൊണ്ട് തന്നെ അവൻ ഒറ്റയ്ക്ക് ആ ഒരു പൈററ്റ് ഷിപ്പിൽ നിന്ന് പോകാൻ തയ്യാറായപ്പോൾ നമ്മുടെ ഷങ്സ് അവനെ പിടിക്കാനൊന്നും പറയില്ല, അവനെ ഫുഡ് കഴിക്കാൻ വിളിച്ചോളൂ. സോ അവൻ്റെ കയ്യിരിക്കുന്ന ഡെവിൾ ഫ്രൂട്ട് കാണാതിരിക്കാൻ വേണ്ടി നമ്മുടെ ബഗ്ഗി അതെടുത്ത് ഒറ്റ രീതിയിൽ അങ്ങ് തിന്നുകയാണ്. അതോടുകൂടെ അവന് ചോപ്പ് പവർ കിട്ടുകയും അവന് സ്വിം ചെയ്യാനുള്ള ആ ഒരു ശക്തി നശിക്കുകയും ചെയ്തു. അതായത് ഇവന് ഗ്രാൻഡ് ലൈനിലോ അല്ലെങ്കിൽ ഏറ്റവും വലിയ വൺ പീസ് ഇരിക്കുന്ന സ്ഥലത്തോട്ടോ പോകുവാനേ സാധിക്കില്ല, കാരണം നീന്താൻ പറ്റത്തില്ലല്ലോ. സോ അവൻ അങ്ങനെ ലാൻഡ് റൂൾ ചെയ്യാമെന്ന് വിചാരിച്ചു, കടലിനെ വിട്ട്. ഇതായിരുന്നു ബേസിക്കലി അവരുടെ ആ ഒരു സ്റ്റോറി. പിന്നെ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിലേക്ക് വരികയാണ്. ലൂഫിക്ക് ബഗ്ഗിയുടെ കാര്യങ്ങളെല്ലാം മനസ്സിലായി. എന്നിട്ട് ആ ഒരു എപ്പിക് ബാറ്റിലാണ് നടക്കാൻ പോകുന്നത്. ലൂഫി വേഴ്സസ് ബഗ്ഗി ദ ക്ലൗൺ, ഗോമു വേഴ്സസ് ചോപ്പ്. രണ്ടുപേരും ഈക്വലായിട്ട് ഫൈറ്റ് ചെയ്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഷങ്സിനെ ഹെയ്റ്റ് ചെയ്തോടുള്ള വർത്താനമൊന്നും ലൂഫിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവസാനം അവൻ എന്ത് ചെയ്തു, അവൻ്റെ സ്ട്രോ ഹാറ്റും കൂടെ നശിപ്പിക്കാറായപ്പോഴേക്കും ലൂഫിയുടെ ഫുൾ പൊട്ടൻഷ്യൽ എടുത്ത് പവർ ചെയ്യാൻ തുടങ്ങി. ബഗ്ഗിനെ ഡിഫീറ്റ് ചെയ്തു. സോ ഇതായിരുന്നു നമ്മുടെ ഓറഞ്ച് ടൗൺ ആർക്കിൻ്റെ ലാസ്റ്റ് എപ്പിസോഡ്, അതായത് എപ്പിസോഡ് നമ്പർ 8. ഇതിൻ്റെ അവസാനം നമ്മുടെ നാമി സത്യം പറഞ്ഞ ഒരു തീഫ് ആയിരുന്നെങ്കിലും അവളെ തൻ്റെ ക്രൂവിലേക്ക് ലൂഫി ക്ഷണിക്കുകയാണ്. നാമി പറയുന്നുണ്ട്, എൻ്റെ ജീവൻ പോയാലും ഞാനൊരു പൈററ്റ് ആവത്തില്ല, ഞാൻ നിങ്ങളെ ചുമ്മാ കൂടെ വരാമെന്ന് പറയുന്നുണ്ട്, ബട്ട് പൈററ്റ് ക്രൂവിൽ ചേരുന്നില്ല എന്ന് പറഞ്ഞാണ് ഈ ഒരു ആർക്ക് തന്നെ അവസാനിക്കുന്നത്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ആദ്യത്തെ ആർക്കിൽ നമ്മുടെ സോറോ വന്നു, രണ്ടാമത്തെ ആർക്കിൽ ഇപ്പം നമ്മുടെ അൺഒഫീഷ്യലി നാമി ജോയിൻ ചെയ്തെന്ന് തന്നെ പറയാം. അങ്ങനെ നമ്മുടെ ലൂഫിയും സോറോയും നാമിയും ഒരുമിച്ച് പിന്നെ ആ ഒരു കടൽ യാത്ര ആരംഭിക്കുന്നതോടുകൂടി ഓറഞ്ച് ടൗൺ ആർക്ക് സമാപിച്ചിരിക്കുകയാണ്. അടുത്ത ആർക്കാണ് ദ സിറപ്പ് വില്ലേജ് ആർക്ക്. പുതിയൊരു ക്രൂ മെമ്പറിനെ കിട്ടാൻ വളരെ സാധ്യതയുള്ള ഒരു ആർക്കാണ്. അതിനെപ്പറ്റി നമുക്ക് ആ ഒരു ആർക്ക് വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ 4 എപ്പിസോഡുകളുടെ ഏറ്റവും ചുരുങ്ങിയ ഒരു സമ്മറി റീക്യാപ്പാണ് ഞാൻ പറഞ്ഞത്. കാനോൺ ഇവൻസ് എല്ലാം മെയിൻലി ഉൾക്കൊള്ളിച്ചിട്ട് തന്നെയുണ്ട്. എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഡൗൺ ബിലോ. അടുത്തൊരു വൺ പീസ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ ബോയ്സ്, സീ യു നെക്സ്റ്റ് വീഡിയോ. ടാറ്റ ഗൈസ്.